ട്രെയിനിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ച് വീട്ടിലെത്തി ദമ്പതിമാരെ മയക്കിക്കിടത്തി കടന്നു കളഞ്ഞത് 6 പവൻ സ്വർണവും കൊണ്ട്. വളാഞ്ചേരിയിലാണ് സംഭവം. യാത്രക്കിടെ തീവണ്ടിയിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ച യുവാവ് പിന്നീട് വീട്ടിലെത്തി പ്രായമായ ദമ്പതിമാരുടെ 6 പവൻ സ്വർണമാണ് കവർന്നത്. വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രനെയും ഭാര്യ ചന്ദ്രമതിയെയുമാണ് ഇയാൾ മയക്കിക്കിടത്തി താലിമാലയും മറ്റൊരു മാലയും വളയും ഉൾപ്പെടെ 6 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞത്. ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ഞാൻ കൊല്ലത്തുനിന്ന് കയറി. കൊല്ലത്തുനിന്ന് കയറിയ സമയത്തേക്ക് ട്രെയിനിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ ഇവൻ ഉണ്ടായിരുന്നു. അവൻ എന്നോട് കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചു പറഞ്ഞു, എന്തൊക്കെയാണ് വിവരങ്ങൾ, ആരൊക്കെ ഉണ്ട് വീട്ടിൽ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കാലിന് സുഖമില്ലാത്ത കാര്യം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഞാൻ നേവിയിലും ജോലി ചെയ്യുന്നത്, ഞങ്ങൾ ആശുപത്രിയുണ്ട്, അവിടെ കൊണ്ടുപോയി വലിയ ചിലവില്ല, ചെറിയ ചിലവിൽ ഓപ്പറേഷൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനത് അന്വേഷിക്കട്ടെ, ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങളോട് വിവരം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നും വിളിച്ചില്ല. ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടായത്. പിന്നെ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് വിളിച്ചു. ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഡീറ്റെയിൽസ് വേണം. ഞാൻ ശരി ആയിക്കോട്ടെ, എവിടെ ഇറങ്ങേണ്ടത്, എങ്ങനെ വരേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറ്റിപ്പുറം ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് വളാഞ്ചേരി വന്നാൽ മതി. വളാഞ്ചേരി വന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കോട്ടപ്പുറത്തേക്ക് വന്നാൽ പള്ളിയുടെ അവിടെ വന്നാൽ മതി. അവിടെ വന്നാൽ ഡോക്ടർ മുരളീധരൻ ബോർഡ് കാണാം. ആ ബോർഡിൻ്റെ അവിടെ നിന്ന് താഴോട്ട് റോഡുണ്ട്. ആ റോഡിന് വന്നാൽ കോഞ്ചത്ത് നിന്നുള്ള ഗേറ്റിന് മതിലിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വീട് എന്ന് പറഞ്ഞു. ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയും കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയ്ക്ക് ഡോക്ടറെ കാണാൻ കൊട്ടാരക്കരയിൽ പോയിരുന്നു. മുംബൈയിലേക്കുള്ള ലോകമാന്യ തിലക് ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു കുറ്റിപ്പുറത്തേക്കുള്ള മടക്കയാത്ര. സീറ്റില്ലാതെ പ്രയാസപ്പെട്ട് വടികുത്തി നിൽക്കുന്ന ചന്ദ്രനടുത്തേക്ക് 35 വയസ്സ് തോന്നിക്കുന്ന ഇയാൾ നാവികസേനയിൽ ഉദ്യോഗസ്ഥനാണെന്നും പേര് നീരജാണെന്നും പറഞ്ഞ് പരിചയപ്പെട്ടു. താമസിയാതെ ചന്ദ്രമതിക്കും ഇയാൾ സീറ്റ് തരപ്പെടുത്തി നൽകി. തുടർന്ന് ഇവർക്കൊപ്പം ഇരുന്ന് കൊട്ടാരക്കരയ്ക്ക് പോയ കാര്യം അന്വേഷിച്ചു. മുട്ടു മാറ്റിവെക്കുന്നതിന് ലക്ഷങ്ങളാണ് ആശുപത്രികൾ വാങ്ങുന്നത് െന്നും നാവികസേന ആശുപത്രിയിൽ കുറഞ്ഞ ചെലവിൽ ശസ്ത്രക്രിയ ചെയ്യാൻ സൗകര്യമുണ്ടെന്നും താൻ ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു. ഇതിനിടെ ചന്ദ്രന്റെ ഫോൺ നമ്പറും വാങ്ങി. സ്നേഹത്തോടെ പെരുമാറിയ യുവാവ് ചേർത്തലയിൽ ഇറങ്ങിയെന്നാണ് ചന്ദ്രൻ പറയുന്നത്. ബുധനാഴ്ച രാവിലെ യുവാവ് ചന്ദ്രനെ ഫോണിൽ വിളിച്ച് ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നും നേരത്തെ ചികിത്സിച്ച കേസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും ആവശ്യമായ മറ്റു രേഖകളും അടിയന്തരമായി വേണമെന്നും താമസിക്കുന്ന സ്ഥലം പറഞ്ഞാൽ താൻ വന്ന് വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു. ബുധനാഴ്ച ഉച്ചയോടെ ഇയാൾ ചന്ദ്രന്റെ വീട്ടിലെത്തി. അങ്ങനെ 11:30 മണിക്ക് അവൻ കറക്റ്റായിട്ട് ഇവിടെ എത്തി. ഗേറ്റിന് പഠിക്ക കൊടുത്തോട്ട് പക്ഷേ നിർത്തി. അങ്ങനെ അവിടെ ഇറങ്ങി വന്നു. വരുന്ന സമയത്ത് അവൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒരു കീശ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു, 3 അനാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, കുറച്ച് വെള്ളം എന്തെങ്കിലും കലക്കി കൊടുക്ക് ഇന്നെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ടപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസ് അടിച്ചു. അപ്പോൾ ഇവള് പൊളിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പൊളിക്കേണ്ട, ഞാൻ പൊളിച്ചോളാം എന്നിട്ട് അവൻ കയ്യിൽ വെച്ച് നടു കെട്ടി ചെയ്തിട്ട് എന്തോ സാധനം വെച്ച് അടിച്ചിട്ട് അതിൻ്റെ കുരു കംപ്ലീറ്റ് താഴത്തേക്ക് ഇട്ടു. പ്ലേറ്റിലേക്ക് വീണു. അത് തോന്നി ജ്യൂസ് അടിച്ചു. അന്നേരം വൈഫ് കിച്ചണിലുണ്ട്. അപ്പോൾ വൈഫിനോട് നിങ്ങൾ പോയിക്കോളി, ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു, തണുക്കട്ടെന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നിരുന്നു. പുറത്ത് നിന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം അവൻ അകത്ത് പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വന്നു. അപ്പോൾ അവിടെ ജ്യൂസ് എടുത്തിട്ട് എന്തോ ഇളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇളക്കേണ്ട ആവശ്യം? വൈഫ് ചോദിച്ചു, എന്താ ഇളക്കേണ്ട ആവശ്യം? നമ്മൾ പഞ്ചസാര ഇട്ടില്ലല്ലോ, പിന്നെ എന്താ ഇളക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ കട്ടിയായിട്ടുണ്ടാവും, അത് ഇളക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നുള്ളത്, അതിന് വേണ്ടിയിട്ടായിരിക്കും സ്പൂണിട്ട് ഇളക്കുന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഇളക്കുന്നതെന്ന് കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മേപ്പിട്ട് ഇടുന്നതായി തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ 2 ഗുളിക എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് തന്നു, 1 വൈഫിനും കൊടുത്തു. അങ്ങനെ രണ്ടാളും അത് കഴിച്ചു. ഇങ്ങനെ കുറച്ചധികം ഇരുന്നു. പിന്നെ ഈ പോവാണോ ഊണിച്ചിട്ടോ പോകണമെന്ന് ചോദിച്ചു. ഞാൻ ഊണിക്കാതെ എന്നാൽ ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിച്ചു. ഇരുന്ന് എനിക്ക് അപ്പം തന്നെ ചെറിയൊരു മയക്കം തോന്നി. അങ്ങനെ ഞാൻ സാധാരണ ഊണ് കഴിച്ച് കിടക്കാറുള്ളതാണ്. 1/2 മണിക്കൂറേ ഓർമ്മയുണ്ട്. കസേരയിൽ വന്നിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്, പിന്നീടൊന്നും ഓർമ്മയില്ല. ജ്യൂസ് കുടിച്ച ശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്നതിനു മുൻപേ അസ്വസ്ഥത അനുഭവപ്പെട്ട ചന്ദ്രന് 2 ചെറിയ ഗുളിക നൽകി. ഗ്യാസിന്റെ കുഴപ്പമാണെന്നും ഉടനെ മാറുമെന്നുമാണ് യുവാവ് പറഞ്ഞതെന്ന് ചന്ദ്രൻ പറഞ്ഞു. നല്ലതാണ്, ചേച്ചിക്കും കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരും ഗുളിക കഴിച്ചു. ഏതാനും സമയത്തിനുള്ളിൽ ഇരുവരുടെയും ബോധം നഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം എളുപ്പമായതോടെ അലമാരയിൽ നിന്നെടുത്ത ആഭരണങ്ങളുമായി യുവാവ് ഒട്ടും കൂസലില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെട്ടത് ഭാര്യയ്ക്ക് കസേരനെ എണിക്കാൻ വയ്യ. അങ്ങനെ ഓനത്ര പിടിച്ചുകൊണ്ടായിട്ട് കൊണ്ടുപോയി കിടത്തിയത്. അങ്ങനെ കിടത്തിയതിന് ശേഷം കഴുത്തിലെ താഴ്ചീനെ അഴിച്ചു. പിന്നെ കൈമിലത്തെ വള കട്ട് ചെയ്തെടുത്തു.
കട്ട് ചെയ്തതിന് അടുത്തുണ്ടായി ഉരിനറിയുണ്ടാണ്. പിന്നെ അൽമാറയൊക്കെ തുറന്നിരിക്കുന്നത്, അൽമാറയിൽ നിന്ന് ചെയിനുണ്ടായിരുന്നു, അതെടുത്തു. മൊത്തം 6 പവൻ ഉണ്ടായിരുന്നു. 1.5 പവൻ താലി ചെയിനും 1 പവൻ്റെ വാളയും 1.5 പവൻ്റെ ചെയിനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു. പൈസകളൊന്നും കൊണ്ടുപോയിട്ടില്ല. ചില്ലറ പൈസ ഉണ്ടായിരുന്നതൊന്നും എടുത്തിട്ടില്ല. പോയത് ഞങ്ങൾ രണ്ടാളും അറിഞ്ഞില്ല. പോയതിൻ്റെ ശേഷമാണ് അറിയുന്നത്. അങ്ങനെ വൈപ്പ് കുറേ ഇവിടെ കാലത്ത് പോരുന്ന സമയത്ത് വൈപ്പ് അറിയുന്നത്. അങ്ങനെ എന്താ ഈ കാട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനാണ് എനിക്ക് പോന്ന് ബാഗെടുത്ത് അവൻ പോര് കഴിഞ്ഞു. ഇവിടെ വന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് നടക്കാൻ വയ്യ. ആൾക്ക് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും അവൻ എങ്ങനെ എത്തൽ കഴിഞ്ഞു. ഞാൻ പിന്നാലെ വണ്ടിയെടുത്ത് പോയി നോക്കി, വലിയ പോയി നോക്കി, വളഞ്ചേരി പോയി നോക്കി. പക്ഷെ അവിടെ ഒന്നും അവനെ കിട്ടിയില്ല, കാണും ചെയ്തില്ല. അങ്ങനെ ഞാൻ പിന്നെ നേരിട്ട് സ്റ്റേഷനിലും പോയത്. പിന്നെ ബഷീറിനെ കൊണ്ട് പരാതി എഴുതിച്ചിട്ട് അവിടെ പോയി കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ പോലീസുകാർ വന്നു. അങ്ങനെ അന്വേഷണം ഉണ്ടായി. പിറ്റേ ദിവസം പിന്നെ മലപ്പുറത്ത് സ്ക്വാഡ് വന്നു. പിന്നെ വളഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് 2-3 പോലീസ് വണ്ടി വന്നു. എല്ലാവരും അന്വേഷണം ചെയ്തു. ഈ ചാനൽ വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.